Good morning. Okay, good morning, Avani, Asana. Good morning. Pinarana, Smita. Okay, good morning. തുടങ്ങാം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ. ഓക്കെ, ഗുഡ് മോർണിംഗ്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഒരു മിനിറ്റ്. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, അപ്പം അതിനൊക്കെ നമ്മൾ എന്താണ് മെഡിക്കൽ ഗ്യാസ് എന്ന് നമ്മൾ പഠിച്ചത്. മെഡിക്കൽ ഗ്യാസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് മെഡിക്കൽ ഗ്യാസ് യൂസ് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഏരിയകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ നമ്മൾ പഠിച്ച കാര്യം എന്താ, ഒരു മെഡിക്കൽ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 സിസ്റ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് അല്ലെ. ഒന്ന് വാക്യൂം സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് സിസ്റ്റം ഉണ്ട്. അങ്ങനെ നമ്മൾ 2 തന്നെ പറഞ്ഞത്. പിന്നെ നമ്മള് മെഡിക്കൽ വാതകങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. പ്രധാനമായിട്ടും 7 മെഡിക്കൽ ഗ്യാസുകളാണ് പഠിക്കാനായിട്ടുള്ളത്. അതിലൊരു 4 നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ഏതൊക്കെയായിരുന്നു? മെഡിക്കൽ എയർ പഠിച്ചു അല്ലെ. മെഡിക്കൽ എയർ പറഞ്ഞു, ഓക്സിജൻ പറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡ് പറഞ്ഞു, അതുപോലെ തന്നെ നൈട്രജൻ പറഞ്ഞു അല്ലെ. നൈട്രജൻ പറഞ്ഞില്ലേ, നൈട്രജൻ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു നോക്കിയോ നിങ്ങള്? ഇമ്പോർട്ടന്റ് ഭാഗമാണ്, അത് സ്കിപ്പ് ചെയ്തിട്ട് ഒരു കാരണവശാലും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വിച്ച് മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ദ ഇൻസപ്ലേറ്റിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞേ ഏതാണത്? ഇൻസപ്ലേറ്റിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണെന്ന് ഒന്ന് പറയാമോ? ഒന്ന് പറഞ്ഞേ. വെരി ഗുഡ്, കറക്റ്റ് ആണ് ആവണി. കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇൻസപ്ലേറ്റിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിച്ച് മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ റീസസിറ്റേഷൻ ആൻഡ് ഇൻഹലേഷൻ തെറാപ്പി? ഏത് മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നത്? വിച്ച് മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ റീസസിറ്റേഷൻ ആൻഡ് ഇൻഹലേഷൻ തെറാപ്പി? ഏത് മെഡിക്കൽ ഗ്യാസ് ആണ് പറഞ്ഞേ? ഓക്സിജൻ. വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് അവസാനം കറക്റ്റ് ആണ്, ഓക്സിജൻ ആണ്. Okay, then which medical gas is used as a part of gas mixtures in lung functioning or pulmonary function test? ചോദ്യം മനസ്സിലായോ? Which medical gas is used as a part of mixture of gas used in pulmonary function test? Pulmonary function test ഉപയോഗിക്കുന്ന മെഡിക്കൽ വാതകങ്ങളുടെ മിശ്രിതത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണ് പറഞ്ഞേ? ഏതാണെന്നൊന്ന് പറഞ്ഞേ. ഓക്സിജൻ ആണോ? ഓക്സിജൻ അല്ലല്ലോ. ഏതാണ് ഉപയോഗിക്കുന്നത്? ഷാഹിന ഒന്നും കൂടെ ആലോചിച്ച് നോക്കിയേ. ഏതായിരിക്കും? ഏതായിരിക്കും? ഇനി ആർക്കും അറിയില്ല, അപ്പൊ വായിച്ചു നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ആൻസർ പറയാൻ പറ്റാത്തത് കേട്ടോ. വായിച്ചു നോക്കിന്ന് വെറുതെ പറഞ്ഞാണോ? വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ആൻസർ പറയേണ്ടതാണല്ലോ. അവസാനം തെറ്റിപ്പോയി. ഓക്സിജൻ അല്ല കേട്ടോ. ഇതെന്താ? നൈട്രജൻ ആണ് കേട്ടോ. നമ്മളിവിടെ നൈട്രജൻ പറഞ്ഞില്ലേ? പറഞ്ഞത് ഓർമ്മയില്ല? 4 ഉപയോഗങ്ങൾ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഒന്ന് നമ്മൾ പറഞ്ഞു ക്രയോ സർജറിയിൽ നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ ക്രയോജനിക് ടെമ്പറേച്ചറിൽ ഈ പറയുന്ന ബ്ലഡ് സെല്ലുകള്, ടിഷ്യൂസുകള്, ഇതിന്റെ ഓക്സിജനേഷൻ ഒഴിവാക്കാനായിട്ട് ഓക്സിഡേഷൻ ഒഴിവാക്കാനായിട്ട് നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ പാർട്ട് ഓഫ് ദ മെഡിക്കൽ ഗ്യാസ് മിക്സ്ചർ ഫോർ ദ ലങ് ഫംഗ്ഷൻ ടെസ്റ്റ്. കണ്ടോ? അതായത് നമ്മുടെ ശ്വാസകോശ പരിശോധനകൾ നടത്തില്ലേ, ആ പരിശോധനയിൽ ഉപയോഗിക്കുന്ന മെഡിക്കൽ വാതകങ്ങളുടെ മിശ്രിതങ്ങളില് ഒരാൾ ആരാണ്? നൈട്രജൻ ഗ്യാസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി മാറിപ്പോകരുത് കേട്ടോ, തെറ്റിപ്പോകരുത്. അതുപോലെ നൈട്രജൻ ഗ്യാസ് എന്തിനും കൂടെ ഉപയോഗിക്കുന്നുണ്ട്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു പവർ ടൂൾസ് ഇൻ പ്ലേസസ് where they do not have instrument air അല്ലെ. ഇൻസ്ട്രുമെന്റ് എയർ ഇല്ലാത്തടുത്ത് ഈ പറയുന്ന ചില ടൂളുകൾ പവർ ചെയ്യാനായിട്ട്, ചില ടൂളുകൾ പ്രവർത്തിപ്പിക്കാനായിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അത് ശ്രദ്ധിച്ച് വായിക്കാട്ടോ. തെറ്റിപ്പോയാലും സാരമില്ല കേട്ടോ. കാര്യം തെറ്റിപ്പോയാലും റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരിത് കാണിച്ചല്ലോ. തെറ്റിപ്പോയത് സ്വാഭാവികമാണ്, അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് പഠിച്ചിട്ട് കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ.
ഒന്നും റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നതിന് നല്ലതാണല്ലോ എന്തെങ്കിലും പറയുന്നത്. ഓക്കെ, ഞാനായിരുന്നു പറഞ്ഞ ആരായിരുന്നു? ആരായിരുന്നു? ഷാഹിന അല്ലെ? ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളൊന്നും കൂടെ വായിച്ചു നോക്കുക കേട്ടോ. അപ്പൊ അത്രയും നമ്മൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ബാക്കിയുള്ള മെഡിക്കൽ ക്ലാസ് കൂടെ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് അതിന് വരും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തെറ്റിപ്പോകരുത്. അടുത്തതാണ് നൈട്രസ് ഓക്സൈഡ് കേട്ടോ. അതാണ് നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡിനെ പറ്റി എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും? നിങ്ങൾ ചിരിപ്പിക്കുന്ന വാതകം എന്ന് കേട്ടിട്ടുണ്ടാവും. ചിരിപ്പിക്കുന്ന വാതകം, ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന ഏതാണ്? നൈട്രസ് ഓക്സൈഡ് ആണ് കേട്ടോ. അത് തന്നെയാണ് അതിൽ വരാവുന്ന ക്വസ്റ്റ്യനും അത് തന്നെയാണ് കേട്ടോ. Nitrous oxide is a PSC ഒക്കെ ചോദിക്കാറുണ്ട് അല്ലെ. Nitrous oxide is a medical gas commonly known as the laughing gas. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലാഫിംഗ് ഗ്യാസ് അഥവാ ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണ്? നൈട്രസ് ഓക്സൈഡ് കേട്ടോ. N2O എന്നാണ് പറയാ, അതും പഠിക്കണ്ട. നൈട്രസ് ഓക്സൈഡ് കേട്ടോ. ഈ നൈട്രസ് ഓക്സൈഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നോക്കിയേ. ദിസ് മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഇൻ ന്യൂമറസ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആസ് ബോത്ത് ആൻ അനസ്തെറ്റിക് ആൻഡ് അനാൾജസിക്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അനസ്തെറ്റിക് ആൻഡ് അനാൾജസിക്. അതായത് അനാൾജസിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വേദന സംഹാരിയാണ് അല്ലെ. എന്താണ്? വേദന സംഹാരിയാണ്. അതുകൂടാണ്ട് അനസ്തെറ്റിക് ഗ്യാസ് ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുമ്പോ അപ്പോഴും നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? നൈട്രസ് ഓക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ പഠിച്ചു വെക്കാം കേട്ടോ. നൈട്രസ് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ലാഫിംഗ് ഗ്യാസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? അനസ്തെറ്റിക് ആൻഡ് അനാൾജസിക് ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ആണ് നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത്. പിന്നെ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, എന്താ ചിരിപ്പിക്കുന്ന വാതകം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരുമോ? അങ്ങനെ ആയിരിക്കും ചിരിക്കുന്നുണ്ടാവുക അല്ലെ. ഇതിനൊരു യൂഫോറിക് ഇഫക്റ്റ് എന്ന് പറയും. യൂഫോറിക് ഇഫക്റ്റ് നൈട്രസ് ഓക്സൈഡ്. അതായത് നമ്മൾക്ക് ഇത് നമ്മുടെ ശരീരത്തിൽ ചെയ്യുമ്പോഴേ നമുക്കൊരു പ്ലസന്റ് ഫീലിംഗ് ആണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ നമ്മൾക്കൊരു ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഒരു മൂഡ്, പ്ലസന്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ വലിയ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ലാഫിംഗ് ഗ്യാസ്. അത് നടക്കുമ്പോൾ നമ്മൾ പൊട്ടിച്ചിരിക്കുന്ന അർത്ഥമല്ല, നമുക്ക് ആ ഒരു ഗ്യാസ് അകത്ത് ചെയ്യുമ്പോൾ വളരെ ഒരു സമ്മർദ്ദമൊക്കെ കുറഞ്ഞ് വളരെ പ്ലസന്റ് ആയിട്ട് യൂഫോറിക് എന്നാണ് പറയുക. അങ്ങനെ ഒരു ഇഫക്റ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് അത് അനാൾജസിക് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. വേദന സംഹാരിയായിട്ടും. വേദനയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും അല്ലെ. അപ്പൊ ആ വേദന സംഹാരിയായിട്ട് ഉപയോഗിച്ച് നമ്മുടെ ആ സ്ട്രെസ് ഒക്കെ ഒന്ന് കുറയും. അതുപോലെ അനസ്തെറ്റിക് ആയിട്ട് നമുക്കറിയാം, പൊതുവെ നമുക്കൊരു സർജറിക്ക് പോകുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അല്ലെ. അനസ്തേഷ്യ സമയത്തും നമ്മുടെ ബോഡി വളരെ റിലാക്സ്ഡ് ആയിട്ട് കൂളായിട്ടൊക്കെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന നൈട്രസ് ഓക്സൈഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ആളാണ് വാക്വം. ഓക്കെ, വാക്വം. വാക്വം എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, പൈപ്ഡ് മെഡിക്കൽ സർജിക്കൽ വാക്വം സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ പേഷ്യന്റ് ഡ്രെയിനിങ്. അണ്ടർലൈൻ ചെയ്യാൻ ആ പോയിന്റുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. പേഷ്യന്റ് ഡ്രെയിനിങ്, ആസ്പിരേഷൻ ആൻഡ് സക്ഷൻ. ഇങ്ങനെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം കേട്ടോ. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. അതായത് നമ്മൾ വാക്വം സിസ്റ്റം ഇതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പേഷ്യന്റ് ഡ്രെയിനിങ്, ആസ്പിരേഷൻ ആൻഡ് സക്ഷൻ. ഡ്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവിങ് ദ ബോഡി ഫ്ലൂയിഡ്സ്. നമ്മൾ ഈ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മൾ സർജറി ചെയ്യുമ്പോൾ അവിടെ മുറിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ മുറിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെ വരും? ബ്ലഡ് വരും അല്ലെ. ഈ ബ്ലഡ് വരുമ്പോൾ നമുക്ക് സർജറി ചെയ്യാൻ പറ്റും. ബ്ലഡ് വരുന്ന ബ്ലഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഡ്രെയിൻ ചെയ്തെടുക്കണം അല്ലെ. ഡ്രെയിൻ ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? വാക്വം യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് ബ്ലഡ് മാത്രമല്ല കേട്ടോ, മറ്റുള്ള ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ സക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതാണ് ഡ്രെയിനിങ്, ആസ്പിരേഷൻ അല്ലെങ്കിൽ സക്ഷൻ എന്ന് പറഞ്ഞ ഒരേ മീനിങ് ആണ് കേട്ടോ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവിങ് ദ ബോഡി ഫ്ലൂയിഡ്സ്. റിമൂവ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡ്രെയിനിങ് അല്ലെങ്കിൽ ആസ്പിരേഷൻ ഓർ സക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, വാക്വം ഉപയോഗിക്കുന്നത്. ഇപ്പൊ വാക്വം ഉപയോഗിക്കുന്നത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാറ്റ് പോലെ വലിച്ചെടുക്കും അല്ലെ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാക്വം ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. ദിസ് മീൻസ് ദാറ്റ് മെഡിക്കൽ വാക്വമിനെ ഹോസ്പിറ്റൽ സപ്പോർട്ട്സ് സക്ഷൻ എക്യുപ്മെന്റ് അല്ല. കൂടുതൽ എന്താണ്? സക്ഷൻ എക്യുപ്മെന്റ്സുകളെയാണ് ഈ ഒരു എന്താ പറയാ ഈ ഒരു വാതകം കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സക്ഷൻ എക്യുപ്മെന്റ് നിങ്ങൾ മെഡിക്കൽ എക്യുപ്മെന്റ് ഒക്കെ പഠിക്കും. അപ്പൊ മെഡിക്കൽ എക്യുപ്മെന്റിലൊക്കെ സക്ഷൻ എക്യുപ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഈ വാക്വം ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്.
കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിയേ. വാക്യൂം വിൽ വാരി അക്രോസ് ദ പൈപ്പ് ലൈൻ but is commonly maintained around 75 kilopascal. 75 kilopascal എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. അതായത് നമുക്കറിയാലോ, ഈ വാക്വം നമ്മളിങ്ങനെ പൈപ്പ് ലൈനിലൂടെ കടത്തി വിടുമ്പോൾ ഒരു പ്രത്യേക പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വാക്വത്തിന് പൈപ്പ് ലൈനിലൂടെ കടത്തി വിടുന്നത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. വാക്വം മാത്രമല്ല, എല്ലാ മെഡിക്കൽ ഗ്യാസും നമ്മൾ ഈ പൈപ്പ് ലൈനിലൂടെ കടത്തി വിടുന്ന ഒരു പ്രത്യേക പ്രഷർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കടത്തി വിടുന്നത്. അപ്പൊ പൊതുവെ നമ്മുടെ വാക്വം ഏത് പ്രഷറിലാണെന്ന് അറിയോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അറൗണ്ട് 75 kilopascal. പാസ്കൽ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? പ്രഷറിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. പ്രഷറിന്റെ മർദ്ദം അതിന്റെ യൂണിറ്റ് ആണ് കേട്ടോ പാസ്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശമാണ് പറയുന്നത്, ഒരു 75 kilopascal പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുകൊണ്ടാണ് വാക്വം നമ്മുടെ പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ കടത്തിവിടുന്നത്. ഓക്കെ, ക്ലിയറായോ പറഞ്ഞത്? അപ്പൊ വാക്വം എന്തിനാ ഉപയോഗിക്കുന്നത്? ഡ്രെയിനിങ്ങിന്, ആസ്പിറേഷന്, സക്ഷനൊക്കെ വേണ്ടിയിട്ടാണ് വാക്വം ഉപയോഗിക്കുന്നത്. വാക്വം നമ്മൾ കീപ്പ് ചെയ്യുന്ന പ്രഷർ എത്രയാണ്? 75 kilopascal ആണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കംപ്രസ്ഡ് എയർ ആണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇതേ കംപ്രസ്ഡ് എയർ തന്നെയല്ലേ നമ്മൾ മെഡിക്കൽ എയറിനകത്ത് പഠിച്ചത് അല്ലെ? മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാലും കംപ്രസ്ഡ് എയർ ആണെന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്താ ഇവിടെ പ്രത്യേകമായിട്ട് അങ്ങനെ പറഞ്ഞത്? എന്താ വ്യത്യാസം? അവിടെ നമ്മൾ എന്ത് പേരാ പറഞ്ഞേ? മെഡിക്കൽ എയർ എന്നാ പറഞ്ഞത്. കംപ്രസ്ഡ് എയർ തന്നെയാണ്, പക്ഷെ മെഡിക്കൽ എയർ എന്നല്ലേ പേര് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? മെഡിക്കൽ പർപ്പസിന് മാത്രമേ അത് ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് മെഡിക്കൽ എയർ എന്ന് പറഞ്ഞത്. കംപ്രസ്ഡ് എയർ എന്ന് പറയുമ്പോൾ അത് മെഡിക്കൽ പർപ്പസിന് വേണ്ടി മാത്രമല്ല, മറ്റു പല പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ഇൻഡസ്ട്രിയൽ പർപ്പസിന് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. ശരിക്കും കംപ്രസ്ഡ് എയർ എന്ന് കേൾക്കുമ്പോൾ മെഡിക്കൽ എയർ തന്നെയാണ്, പക്ഷെ അത് മെഡിക്കൽ പർപ്പസിന് മാത്രമേ നമ്മൾ അവിടെ ഉപയോഗിക്കൂ. ഇവിടെ എന്ന് പറയുമ്പോൾ മെഡിക്കൽ പർപ്പസിന് ഉപയോഗിക്കും, ഇൻഡസ്ട്രിയൽ പർപ്പസിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയേ, കംപ്രസ്ഡ് എയർ യൂസ്ഡ് for both the medical and the non-medical purposes. No, medical purposes and non-medical purposes. The medical use includes medical use വരുന്നത് എന്തൊക്കെയാണ്? ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്നുണ്ട്, ലാബിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇൻഹേലേഷൻ തെറാപ്പിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ, അതായത് ഒരു വ്യവസായത്തിലൊക്കെ ആണെങ്കിൽ പവറിംഗ് ഓഫ് വ്യവസായത്തിലല്ലാണ്ടോ പവറിംഗ് ഓഫ് സർജിക്കൽ ടൂള്. സർജിക്കൽ ടൂള് മെഡിക്കൽ പർപ്പസിൽ തന്നെയല്ലേ വരുന്നത്. അപ്പൊ അതൊക്കെ പവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. വലിയ വലിയ ഫാക്ടറികളിലും ഒക്കെ നമ്മൾ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് കംപ്രസ്ഡ് എയർ. പഠിച്ചോ? ഇത്രയാണ് നമുക്ക് 7 എണ്ണം പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ ഒരു മെഡിക്കൽ ഗ്യാസ് ഓക്കെ ആണോ നിങ്ങൾക്ക്? മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് എയർ ആണ്. ഓക്കെ, അത് എവിടെ ഉപയോഗിക്കുന്നതിന്റെ പറഞ്ഞ ഓപ്പറേറ്റിംഗ് റൂമിലാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. അത് കംപ്രസ് ചെയ്യുമ്പോൾ അത് പൊല്യൂട്ടൻസ് ഒന്നും ഉണ്ടാവില്ല. ഡ്രൈ ചെയ്തിട്ടേ നമ്മള് പൈപ്പ് ലൈനിലൂടെ കടത്തി. ഓക്സിജൻ ആണെങ്കിൽ റീസസിറ്റേഷൻ ആൻഡ് ഇൻഹേലേഷൻ തെറാപ്പിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. കാർബൺ ഡയോക്സൈഡ് ആണെങ്കിൽ ഇൻസപ്ലേറ്റിംഗ് ഏജന്റ് അല്ലെ? എവിടെ ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന ലെസർ ഇൻവെസീവ് സർജറികളിലെ ഇൻസപ്ലേറ്റിംഗ് ഏജന്റ് ഉൾഭാഗം ഊതിവെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഉപയോഗിക്കുന്നത്. പഠിച്ചല്ലോ. പിന്നെ നൈട്രജൻ ഗ്യാസ് എവിടെ ഉപയോഗിക്കുന്നത്? ക്രയോ സർജറിയിൽ ഉപയോഗിക്കുന്നു. അതുപോലെ ക്രയോജനിക് ടെമ്പറേച്ചർ, അതിന് 4 ഉപയോഗമുണ്ട് കേട്ടോ. ക്രയോജനിക് ടെമ്പറേച്ചറില് ബ്ലഡ് ടിഷ്യൂസ് സെല്ലുകള് പ്രിസർവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ ഇൻസ്ട്രുമെന്റൽ എയർ ഇല്ലാത്ത സ്ഥലങ്ങളില് ടൂളുകളെ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നു. ഇന്ന് പഠിച്ചത് നൈട്രസ് ഓക്സൈഡ്, ലാഫിംഗ് ഗ്യാസ് എന്നാണ് അറിയപ്പെടുന്നത്. അനസ്തെറ്റിക്കും അനാൾജസിക്കുമായിട്ട് ഉപയോഗിക്കുന്നു. വാക്വം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡ്രെയിനിങ്, ആസ്പിറേഷൻ, സക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ഏറ്റവും കൂടുതൽ പറഞ്ഞ കംപ്രസ്ഡ് എയർ മെഡിക്കൽ പർപ്പസിൽ ഉപയോഗിക്കുന്നുണ്ട്, നോൺ മെഡിക്കൽ പർപ്പസസിനും ഉപയോഗിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതിന് ക്വസ്റ്റ്യൻ വന്നാലും തെറ്റിക്കരുത് കേട്ടോ. അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ശരി, ഗുഡ് മോർണിംഗ്. നേരം വൈകിയോ കയറാനായിട്ട്? മോളുടെ പനിയൊക്കെ മാറിയോ ശരണ്യെ? മോളുടെ പനിയൊക്കെ കുറഞ്ഞോ, മാറിയോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സിസ്റ്റം ആണ് കേട്ടോ. കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം. കമ്പോണൻസ് ഓഫ് ഓക്കെ ശരണ്യ ഹോസ്പിറ്റലിലാണ് അല്ലെ?
അപ്പൊ നോക്കുക, സിസ്റ്റം കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിന്റെ കമ്പോണന്റുകളാണ് കേട്ടോ. കമ്പോണന്റുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് പഠിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പിക്ചർ ഒക്കെ വേണ്ടി വരും. പിക്ചർ ഉണ്ടെങ്കിൽ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അത് വായിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പൊ നോക്കുക, ആദ്യം തന്നെ നമുക്ക് കമ്പോണന്റുകൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം കേട്ടോ. സിസ്റ്റം കമ്പോണൻസ് ഓഫ് എ സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം. അതിന് മുമ്പ് നമുക്കൊരു പിക്ചർ നോക്കാം കേട്ടോ. പിക്ചറിൽ എന്തൊക്കെയാണ് നോക്കട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യേ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ അതിന്റെ പിക്ചർ ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കറക്റ്റ് ആവില്ലേ. ഓക്കെ, പിക്ചർ കാണുന്നുണ്ടോ? പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഈ പിക്ചർ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ഈ പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. അപ്പൊ അത് വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. അതെ, ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് നമ്മുടെ ഹോസ്പിറ്റലിലെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ നിങ്ങള്? കണ്ടോ ഇവിടെ കുറെ സിലിണ്ടറുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊരു ഇത് ഫസ്റ്റ് ഫ്ലോർ, ഇത് സെക്കൻഡ് ഫ്ലോർ ആണ് കേട്ടോ. ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോർ ആയിട്ട് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇതാണ് ഈ സിസ്റ്റം ഒക്കെ നിങ്ങൾ കണ്ടോ? ഇവിടെ കുറെ ടാങ്കുകള്, സിലിണ്ടറുകള് കണ്ടോ? നിങ്ങള് സിലിണ്ടറുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? പിന്നെ നോക്കിയേ, ഇവിടെ നിങ്ങളുടെ പൈപ്പ് ലൈൻ സംവിധാനങ്ങൾ തുടങ്ങി കണ്ടോ? ഹോസ്പിറ്റലിന്റെ വിവിധ ഏരിയകളിലേക്ക് പോകുന്നുണ്ട് അല്ലെ? ഇതൊക്കെ ഓരോ ഹോസ്പിറ്റൽ ഏരിയകളാണ് കേട്ടോ. ICU ആവാം, വാർഡുകളായിരിക്കാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഏരിയകളിലേക്ക് ഇത് പോകുന്നുണ്ട് അല്ലെ? കണ്ടോ? ഈ പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലേക്ക് ഈ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. ഓക്കെ, ഓക്കെ അല്ലേ? ഇനി നമുക്ക് വായിക്കാം കേട്ടോ. ഇനി നമ്മൾ നോക്കേണ്ടത് കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം കേട്ടോ. സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ എന്തൊക്കെയാണ്? അപ്പൊ പ്രധാനമായിട്ടും 6 കമ്പോണന്റുകളാണ് അവിടെ വരുന്നത്. കമ്പോണന്റ് ആണ് 6 കമ്പോണന്റ് ആണ് കേട്ടോ. ഒന്നാമത്തത് എന്താണ്? സോഴ്സസ് ഓഫ് സപ്ലൈ. എന്തായാലും ഒരു സോഴ്സ് വേണം. മെഡിക്കൽ ഗ്യാസിന് എന്ത് വേണം? ഒരു സോഴ്സ് വേണം അല്ലെ? സോഴ്സസ് ഓഫ് സപ്ലൈ. ചിലപ്പോൾ അതൊരു ടാങ്ക് ആവാം,
അല്ലെങ്കിൽ ഒരു സിലിണ്ടർ ആയിരിക്കാം അല്ലെ. അപ്പൊ ഒരു മെഡിക്കൽ ഗ്യാസിന് ഒരു അത് കൊടുക്കാൻ ഒരു സോഴ്സ് അവിടെ ഉണ്ടായിരിക്കും അല്ലെ. ഒന്നാമത്തെ കമ്പോണന്റ് എന്താണ്? സോഴ്സസ് ആണ്, അതായത് വിതരണ സ്രോതസ്സുകളാണ്. രണ്ടാമത്തെ എന്താണ്? ആ ചിത്രം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത്തെ കമ്പോണന്റ് എന്താണ്? പൈപ്പിംഗ് നെറ്റ്വർക്ക് ആണ് അല്ലെ. പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടുത്തെ? ഇറ്റ് ഇസ് ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഓഫ് ദ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. വിതരണ സംവിധാനങ്ങളാണ് അല്ലെ. പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അതിലൂടെയാണ് നമ്മൾ ഈ മെഡിക്കൽ ഗ്യാസുകൾ വിതരണം ചെയ്യുന്നത്. ഇറ്റ് ഇസ് ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഓഫ് ദ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് അല്ലെ. എന്താണ്? പൈപ്പിംഗ് നെറ്റ്വർക്ക്. ഇനി അടുത്തത് എന്താണ്? മൂന്നാമത്തത് വാൽവുകളാണ്. നിങ്ങൾ എങ്ങനെ ആലോചിക്കാം, നമ്മൾ ഈ പൈപ്പിംഗ് നെറ്റ്വർക്കുകളിലൂടെയാണ് മെഡിക്കൽ ഗ്യാസിനെ കടത്തിവിടുന്നത് അല്ലെ. നമ്മൾ തോന്നിയ രീതിയിലാണ് മെഡിക്കൽ ഗ്യാസിനെ കടത്തിവിടുന്നത് അല്ല. നമുക്ക് അതിന്റെ ഫ്ലോയിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ആ ഗ്യാസിനെ കടത്തിവിടാനായിട്ട് അല്ലെ. അപ്പൊ ആ ഒരു ഫ്ലോയിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അവിടെ ഒരു കമ്പോണന്റ് ഉണ്ട്. എന്താണെന്ന് അറിയോ? വാൽവുകളാണ്. എന്താണ്? വാൽവുകൾ കേട്ടോ. അപ്പൊ നമ്മൾ വെറുതെ ഒരു പൈപ്പ് ലൈനിലൂടെ കടത്തിവിടുകയല്ല. നമുക്കറിയാം അതിന്റെ ഫ്ലോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ചില പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഗ്യാസിനെ അതിലൂടെ കടത്തിവിടുന്നത് അല്ലെ. ആ ഒരു ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്പോണന്റ് എന്താണ്? വാൽവുകളാണ്. അതാണ് നമ്മൾ ബ്രാക്കറ്റ് ചെയ്തിരിക്കുന്നത്. ടു കൺട്രോൾ മെത്തേഡ്, ദാറ്റ് മീൻസ് ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് ഗ്യാസ് കേട്ടോ. ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് ഗ്യാസ്. അതാണ് മൂന്നാമത്തെ കമ്പോണന്റ് കേട്ടോ. നാലാമത്തെ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ് ആണ്. എന്താണ്? വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ് ആണ്. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പൈപ്പ് ലൈനിലൂടെ മെഡിക്കൽ ഗ്യാസുകൾ കടന്നു പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള റേഡിയേഷൻസ്, ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് നമുക്ക് പുറത്തറിയണം അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസുകൾ ഉപയോഗിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഫോർ മോണിറ്ററിംഗ്, മോണിറ്റർ ചെയ്യാനായിട്ട്. കാരണം മെഡിക്കൽ ഗ്യാസ് കടന്നു പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വാർണിംഗ് അലാം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. അടുത്ത കമ്പോണന്റ് എന്താണ്? ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ് ആണ് അല്ലെ. ഔട്ട്ലെറ്റും ഇൻലെറ്റും എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ടു സപ്ലൈ ഗ്യാസസ്. ഇതിനു വേണ്ടിയിട്ടാണ് ഗ്യാസുകൾ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഔട്ട്ലെറ്റുകളും ഇൻലെറ്റുകളും ഉപയോഗിക്കുന്നത്. ആറാമത്തെ കമ്പോണന്റ് എന്താണ്? സെക്കൻഡറി എക്യുപ്മെന്റ് ആണ്. ഓക്കെ. സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ മെഡിക്കൽ ഗ്യാസ് കൺസ്യൂം ചെയ്യുന്ന, ഉപയോഗപ്പെടുത്തുന്ന എക്യുപ്മെന്റ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. തുടക്കം പറഞ്ഞില്ലേ, മെഡിക്കൽ ഗ്യാസുകൾ നമ്മൾ എങ്ങനെയാണ് ഒരു പേഷ്യന്റിന്റെ ശരീരത്തിലോട്ട് കൊടുക്കുന്നത്? ഒന്നില്ലെങ്കിൽ മാസ്ക് മുഖേനയാവാം, അല്ലെങ്കിൽ നേസൽ ചാനൽ വഴിയായിരിക്കാം, അല്ലെങ്കിൽ വെന്റിലേറ്ററിലൂടെ ആയിരിക്കാം. അപ്പൊ അത്തരം ഉപകരണങ്ങളെയാണ് ഇവിടെ സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. കിട്ടിയോ നിങ്ങൾക്ക് 6 കമ്പോണന്റുകള്? അത് ഓർത്തെടുത്ത് പറയാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ. ഒന്നാമത്തെ എന്താണ്? സോഴ്സസ് അല്ലെ. ഇപ്പൊ സോഴ്സിൽ നിന്ന് മെഡിക്കൽ ഗ്യാസ് ഒരു ഗ്യാസ് ഒരു ടാങ്ക് ആവാം, അല്ലെങ്കിൽ ഒരു സിലിണ്ടർ ആവാം. അതാണ് സോഴ്സ് അല്ലെ. ഇനി നമ്മളത് അടുത്തത് എന്താണ്? പൈപ്പിംഗ് നെറ്റ്വർക്ക്. നമ്മൾ ആ പിക്ചറിൽ കണ്ടില്ലേ? പൈപ്പിംഗ് നെറ്റ്വർക്ക്. പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നിങ്ങളോട് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, വിച്ച് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഓഫ് എ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് കമ്പോണന്റ് പറയണം? പൈപ്പിംഗ് നെറ്റ്വർക്ക് പറയും അല്ലെ. ഇനി നമുക്കറിയാം അതിലൂടെ നമ്മൾ കടത്തിവിടുക, ഫ്ലോയിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണന്റ് എന്താണ്? വാൽവുകളാണ്. അപ്പൊ നിങ്ങളോട് വേണമെങ്കിൽ ചോദിക്കാം, വിച്ച് കമ്പോണന്റ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് മെഡിക്കൽ ഗ്യാസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് കമ്പോണന്റ് പറയണം? വാൽവ് പറയണം. ഓക്കെ. പിന്നെ അടുത്തത് എന്താണ്? വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം ആണ്. അതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? മോണിറ്ററിങ്ങിന്. അങ്ങനെയും എടുത്ത് ചോദിക്കാം, മോണിറ്ററിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിലെ കമ്പോണന്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം. കാര്യം പൈപ്പ് ലൈനിലൂടെ കടന്നു പോകുന്ന അങ്ങോട്ട് കാണുന്നില്ല, എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് ഉണ്ടായ പുറത്ത് നമുക്ക് വിവരം കിട്ടണോ അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് വാർണിംഗ് അലാം സിസ്റ്റം യൂസ് ചെയ്യുന്നത്. പിന്നെ സപ്ലൈ, ഗ്യാസ് സപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണന്റ് ഏതാണ്? ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ് ആണ്. ലാസ്റ്റ് വരുന്നത് സെക്കൻഡറി എക്യുപ്മെന്റ് ആണ്. ആ ഗ്യാസ് നമ്മൾ എന്തിലൂടെയാണ് പേഷ്യന്റിന്റെ ശരീരത്തിലൂടെ എത്തിക്കുന്നത്? നേസൽ കാനുല ആവാം, വെന്റിലേറ്റർ ആവാം, മാസ്ക് ആവാം, അങ്ങനെയുള്ളതിനെ സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറയും. കിട്ടിയോ കമ്പോണന്റുകള്? കമ്പോണന്റുകൾ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? മനസ്സിലായോ? ഇനി നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ഇതാണ്, സോഴ്സസ് ആണ് കേട്ടോ. സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഴ്സസ് ആർ റിസർവ്സ് that generate the flow of medical gases through piping network like manifold systems. എന്താണ് പറയുന്നത്?
അതായത് മാനിഫോൾഡ് പറയാട്ടോ, എന്താണെന്ന് പറയാം. ഇതാണ് ഇവിടെ സോഴ്സ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? മാനിഫോൾഡ് സിസ്റ്റത്തിലൂടെ, മാനിഫോൾഡ് സിസ്റ്റംസ് പോലുള്ള പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ വഴിയായിട്ട് മെഡിക്കൽ ഗ്യാസുകൾ ജനറേറ്റ് ചെയ്യുന്ന അത്തരം റിസർവുകളെയാണ് നമ്മൾ സോഴ്സ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. സോഴ്സ് എന്ന് പറഞ്ഞ ശേഖരങ്ങളാണ്, അല്ലെ? ശേഖരങ്ങളാണ്. അതായത് ഈ പറയുന്ന മാനിഫോൾഡ് സിസ്റ്റം പോലെയുള്ള പൈപ്പിംഗ് നെറ്റ്വർക്കുകളിലൂടെ മെഡിക്കൽ ഗ്യാസുകളുടെ വിതരണം നടത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ശേഖരങ്ങള്, റിസർവുകൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാത്തൊരു ടേം ഉണ്ട് ഇവിടെ, മാനിഫോൾഡ് സിസ്റ്റം. എന്താണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞാല്? പിക്ചർ നോക്കിയേ, ഈ താഴെ കാണുന്ന ഈ ഭാഗം നിങ്ങൾ കണ്ടോ? ഇതാണ് മാനിഫോൾഡ് സിസ്റ്റം. കണ്ടോ? ഈ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ ടാങ്കുകള്, സിലിണ്ടറുകള്, പൈപ്പിംഗ് നെറ്റ്വർക്കുകളൊക്കെ തുടങ്ങുന്നുണ്ട്. അവിടെ കൺട്രോൾ പാനലുകളുണ്ട്, വാൽവുകളുണ്ട്. ഇതൊക്കെ അടങ്ങുന്ന ഈ ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് പ്രത്യേകം സജ്ജീകരിച്ച് വാതകങ്ങൾ ശേഖരിച്ച് വെക്കുന്ന ഈ ഒരു സ്ഥലം കണ്ടോ? ഇവിടെയാണ് സോഴ്സ്. ഇതാണ് സോഴ്സ്. ഇപ്പൊ ഒരെണ്ണമുള്ളൂ, ഒരുപാട് ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ സോഴ്സ്. ഈ സോഴ്സിനോടനുബന്ധിച്ച് കാണപ്പെടുന്ന ഭാഗങ്ങളാണ് മാനിഫോൾഡ് സിസ്റ്റം, അല്ലെ? ഇവിടെ എങ്ങനെയാണ് വാതകങ്ങൾ നമ്മൾ പ്രത്യേകം സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്, അല്ലെ? പ്രത്യേകം സജ്ജീകരിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു സ്ഥലം, അതിനെയാണ് നമ്മള് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെയുണ്ട്? വ്യത്യസ്ത വാതക സിലിണ്ടറുകൾ ഉണ്ട്. അതുപോലെ തന്നെ കൺട്രോൾ പാനൽ ഉണ്ട്. നമുക്ക് ചിത്രത്തിൽ കാണാൻ പറ്റില്ല, എങ്കിലും ഉണ്ട്. കണ്ടോ? ഇവിടെ നോക്കിയ കൺട്രോൾ പാനൽ ഉണ്ട്, അല്ലെ? ഗ്യാസ് പൈപ്പിൽ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾ പാനൽ ഉണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ പ്രഷർ റെഗുലേറ്റർ ഉണ്ട്. പ്രത്യേക പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണമല്ലോ ഇവിടുന്ന് ഗ്യാസിനെ പൈപ്പിലേക്ക് കടത്തിവിടാനായിട്ട്. അപ്പൊ പ്രഷർ റെഗുലേറ്ററുകളുണ്ട്. അതുപോലെ തന്നെ മോണിറ്ററിംഗ് സിസ്റ്റം, കൺട്രോൾ പാനൽ, ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉൾപ്പെടുന്ന ഈ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ മാനിഫോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. അപ്പൊ നോക്കാം എന്താണ് മാനിഫോൾഡ് സിസ്റ്റംസ്. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻസ് ഹൈ പ്രഷർ സിലിണ്ടേഴ്സ് ഓർ ടു ബാങ്ക്സ്. ഇറ്റ് കണ്ടെയ്ൻസ് ഹൈ പ്രഷർ സിലിണ്ടേഴ്സ് ഓർ ടു ബാങ്ക്സ്. രണ്ട് ബാങ്ക് എന്ന് വെച്ചാൽ രണ്ട് സിസ്റ്റത്തിലായിട്ട്. ഇവിടെ കാണുമ്പോൾ നമുക്ക് ഈ രണ്ട് സിസ്റ്റത്തിലായിട്ട് കാണാൻ പറ്റും. കണ്ടോ? ഇത് രണ്ട് സെറ്റ് ആയിട്ടാണ് കാണുന്നത്, ഇത് രണ്ട് ബാങ്ക് ആയിട്ടാണ് കാണുന്നത്. ഇവിടെയൊക്കെ നോക്കി ഈ രണ്ട് സെറ്റ് ആയിട്ടല്ലേ കാണാൻ പറ്റുന്നത്. ഇവിടെ അങ്ങനെ തന്നെ, ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ്, അല്ലെ? അതായത് ഈ മാനിഫോൾഡ് സിസ്റ്റത്തിനകത്ത് ഇറ്റ് കണ്ടെയ്ൻസ് ഹൈ പ്രഷർ സിലിണ്ടേഴ്സ് ഓഫ് ടു ബാങ്ക്സ്. ടു ബാങ്ക് എന്ന് വെച്ചാൽ രണ്ട് ബാങ്കുകളിലായിട്ട്, രണ്ട് സിസ്റ്റത്തിലായിട്ട് എന്താണ് ഹൈ പ്രഷർ സിലിണ്ടറുകളാണ് മാനിഫോൾഡ് സിസ്റ്റത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് രണ്ട് ബാങ്കിലായിട്ട് വെച്ചിരിക്കുന്നത്? വൺ ഈസ് എ ബാക്കപ്പ് ടു ദ അതർ. ഒരെണ്ണം മറ്റൊന്നിന്റെ ബാക്കപ്പ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെന്താ കാര്യം എന്നറിയാമോ? അതായത് അറ്റ് എ ടൈമില്, ഒരു സമയത്ത് നമ്മൾ ഒരു ബാങ്ക്, ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള ഗ്യാസിനെയാണ് നമ്മൾ പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെ കടത്തിവിടുന്നത്. ഓക്കെ, രണ്ട് ബാങ്ക് ഉണ്ട്, പക്ഷെ ഒരു ബാങ്ക് നമ്മൾ അറ്റ് എ ടൈമിൽ, ഒരു സമയത്ത് നമ്മൾ ഒരു ബാങ്ക്, ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള പൈപ്പ്, എന്താ പറയുക, ഗ്യാസിനെയാണ് പൈപ്പ് ലൈനിലൂടെ നമ്മൾ കടത്തിവിടുന്നത്. അപ്പൊ ഇൻ കേസ് ആ ബാങ്കിന് എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരെണ്ണം ബാക്കപ്പ് ആയിട്ട് വെക്കേണ്ടേ, അല്ലെ? നമുക്കിപ്പോ ആ ഒരു ബാങ്കിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മെഡിക്കൽ ഗ്യാസ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കൊരു ബാക്കപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ബാങ്കില് ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസുകൾ നമ്മൾ കരുതി വെക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണം മറ്റൊന്നിന്റെ ബാക്കപ്പ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഹൈ പ്രഷർ സിലിണ്ടേഴ്സ് ഓൺ ടു ബാങ്ക്, വൺ ഈസ് എ ബാക്കപ്പ് ടു ദ അതർ. ഓക്കെ, ബിസൈഡ്സ് അതിന് പുറമെ കൺട്രോൾ പാനൽ ഈസ് ഇൻസ്റ്റാൾഡ് ഫോർ പ്രൈമറി ആൻഡ് സെക്കൻഡറി റെഗുലേറ്റർ. പ്രൈമറി സെക്കൻഡറി എന്ന് പറഞ്ഞാൽ രണ്ട് ബാങ്ക് ഉണ്ടല്ലോ. അപ്പൊ ഫസ്റ്റ് ബാങ്കിൽ ഉപയോഗിക്കുന്ന റെഗുലേറ്റർ നമ്മൾ പ്രൈമറി റെഗുലേറ്റർ എന്ന് പറയുന്നു. സെക്കൻഡ് ബാങ്കിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിലെ റെഗുലേറ്റർ സെക്കൻഡറി റെഗുലേറ്റർ എന്ന് പറയുന്നു. അപ്പൊ ഈ പറയുന്ന റെഗുലേറ്ററുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പ്രൈമറി സെക്കൻഡറി റെഗുലേറ്ററുകളും അതുപോലെ തന്നെ കൺട്രോൾ പാനലും പ്രഷർ റെഗുലേറ്ററും വാണിംഗ് ലാംപ്സുകളും എല്ലാം ഉൾപ്പെടുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ മാനിഫോൾഡ് എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ട് കേട്ടോ, അവിടെയൊക്കെ കൺട്രോൾ പാനല് വാൽവുകളൊക്കെ ഉണ്ട്, ചെറുതായിട്ടാണ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? മാനിഫോൾഡ് ഓക്കെ ആണോ? മാനിഫോൾഡ് മനസ്സിലായോ? എന്താണ് ക്ലിയർ ആയോ? ഓക്കെ, അടുത്തതാണ് പൈപ്പിംഗ് നെറ്റ്വർക്ക്. അപ്പൊ അത് സോഴ്സിനെ തുടർന്ന് വരുന്ന ഭാഗമാണ്. ഇത് സോഴ്സ് ആണെങ്കിൽ സോഴ്സിനോടനുബന്ധിച്ചുള്ള ഈ ഒരു ഭാഗം മാനിഫോൾഡ് കേട്ടോ.
ഇനി നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ കമ്പോണന്റ് ആയ പൈപ്പിംഗ് നെറ്റ്വർക്ക്. ചിത്രത്തിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പൈപ്പുകൾ കാണാൻ പറ്റും അല്ലെ, കണ്ടില്ലേ? പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ പോയേക്കുന്നതാണല്ലോ. അതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. മെഡിക്കൽ ഗ്യാസസ് ആൻഡ് ബാക്ക്ബോൺ are distributed through the pipeline distribution system to provide gas or vacuum at the end point or terminal units. Okay, എന്താണ് പറയുന്നത്? ആ മെഡിക്കൽ ഗ്യാസിനെ നമ്മൾ നമ്മുടെ എൻഡ് പോയിന്റിലോട്ട് അല്ലെങ്കിൽ ടെർമിനൽ യൂണിറ്റിലോട്ട് നമ്മൾ എത്തിക്കുന്നത് എന്തിലൂടെയാണ്? പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെയാണ്. മെഡിക്കൽ ഗ്യാസ് മാത്രമല്ല, ബാക്ക്ബോൺ ഇതൊക്കെ നമ്മുടെ പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെയാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. എൻഡ് പോയിന്റ് അഥവാ ടെർമിനൽ യൂണിറ്റ്. എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസർ പോയിന്റ് ആണ്. ഇപ്പൊ ഇവിടെ നിന്ന് നോക്കിയേ, ഇവിടുന്ന് നമ്മൾ മെഡിക്കൽ ഗ്യാസ് കൊടുത്തുവിടുകയാണ് അല്ലെ. ഇവിടെ ഒരു ഏരിയ കാണുന്നുണ്ട്, ഈ ഒരു ഏരിയ. അതായത് ഏതെങ്കിലും ഒരു റൂം ആയിരിക്കാം, ചിലപ്പോൾ ഒരു വാർഡായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു റൂം ആയിരിക്കാം എന്ന് വിചാരിക്കാം. ഇവിടെ കണ്ടോ നിങ്ങൾ ടെർമിനൽ പോയിന്റുകൾ കണ്ടോ? ഇവിടെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബെഡിലേക്ക് എടുക്കുന്ന രോഗിക്ക് ആ ഒരു മെഡിക്കൽ ഗ്യാസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് ഈ ടെർമിനൽ യൂണിറ്റ്, അതായത് എൻഡ് പോയിന്റ്. ഇവിടേക്കാണ് എത്തുന്നത് വിചാരിക്കാം. അപ്പൊ ഇത് നമ്മുടെ യൂസർ പോയിന്റ് ആണല്ലോ, അതാണ് ടെർമിനൽ പോയിന്റ് അഥവാ എൻഡ് പോയിന്റ്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന മാനിഫോൾഡ് സിസ്റ്റത്തിന് ഇവിടെ നിന്ന് നമ്മൾ കൊടുത്തു വിടുന്ന മെഡിക്കൽ ഗ്യാസ് ഈ ഒരു ടെർമിനൽ പോയിന്റിലൂടെ എത്തുന്നത് ഏത് വഴിയായിട്ടാണ്? ഈ ഒരു പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെയാണ്. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത്. ഇനി ടെർമിനൽ യൂണിറ്റിനെ പറ്റിയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്താണ് നമുക്ക്? The terminal unit may be either wall mounted or pendant mounted. അതായത് ടെർമിനൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഈ ടെർമിനൽ യൂണിറ്റുകൾ ഉണ്ടല്ലോ, അത് രണ്ട് തരത്തിലാവാം. ഒന്നില്ലെങ്കിൽ വാൾ മൗണ്ടഡ് ആവാം. വാൾ മൗണ്ടഡ് എന്ന് വെച്ചാൽ ചുമരിൽ തന്നെ എന്താണ് ഉള്ള ടെർമിനൽ യൂണിറ്റ് ആവും. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് ചുമരിൽ തന്നെയുള്ള ടെർമിനൽ യൂണിറ്റ് ആണ്. കണ്ടോ? ഇവിടെയൊക്കെ നോക്കി, ഇതൊക്കെ വാളിനോട് തന്നെ അറ്റാച്ച് ചെയ്തിട്ടല്ലേ ഇത്തരം ടെർമിനൽ യൂണിറ്റുകൾ കാണാൻ പറ്റുന്നത്. അതൊരു ടൈപ്പ് ഓഫ് ടെർമിനൽ യൂണിറ്റ്. അതുകൂടാതെ പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ വാൾ മൗണ്ടഡ് ആവാം, അല്ലെങ്കിൽ പെൻഡന്റ് മൗണ്ടഡ് ആവാം. അതിന്റെ പിക്ചർ ഞാൻ കാണിച്ചത്, പെൻഡന്റ് മൗണ്ടഡ് പിക്ചർ കാണിച്ചത്. പിക്ചർ കണ്ടോ? പിക്ചർ നോക്കി കണ്ടോ? ഓക്കെ അല്ലേ? ഇത് പെൻഡന്റ് മൗണ്ടഡ് ആണ് കേട്ടോ. പെൻഡന്റ് മൗണ്ടഡ് ടെർമിനൽ യൂണിറ്റ്. കാര്യം നോക്കിയേ, നമ്മൾ പെൻഡന്റ് എന്ന് പറയില്ലേ, നമ്മൾ കഴുത്തിലിടുന്ന പെൻഡന്റ് തന്നെ എന്താ, നമ്മളിങ്ങനെ തൂക്കിയിടുന്ന കാരണമുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് പെൻഡന്റ് മൗണ്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ടെർമിനൽ യൂണിറ്റുകൾ വന്നിട്ടുണ്ട്. പെൻഡന്റ് മൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is എന്താണ്? suspended from a wall അല്ലെ. that is suspended from a wall using a mechanical arm. കണ്ടോ? ഇത് നമ്മളൊരു ഫ്ലോറിൽ നിന്ന് അല്ലെങ്കിൽ നിന്ന് നമ്മളൊരു മെക്കാനിക്കൽ ആം നോക്കിയാൽ നമ്മൾ തൂക്കിയിട്ടിരിക്കുകയാണ്. പെൻഡന്റ് പോലെ നമ്മൾ കഴുത്തിലിങ്ങനെ തൂക്കിയിടുന്ന പോലെ ഇവിടെ നിന്ന് കണ്ടോ തൂക്കിയിട്ടിരിക്കുന്ന രീതിയിലുള്ള ടെർമിനൽ യൂണിറ്റ് ആണ്. കണ്ടോ? ഇതാണ് പെൻഡന്റ് മൗണ്ടഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ചിത്രം കണ്ടല്ലോ അല്ലെ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ട് തരത്തിലുള്ള ടെർമിനൽ യൂണിറ്റ് ആകും. ഒന്നില്ലെങ്കിൽ വാൾ മൗണ്ടഡ്, ചുമരിൽ തന്നെ ഘടിപ്പിച്ചിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ചുമരിലല്ലേ ഞാൻ ഘടിപ്പിച്ചിട്ട് ആ ടൈപ്പ് ആവാം. അല്ലെങ്കിൽ ഈ കാണിച്ച പോലത്തെ പെൻഡന്റ് മൗണ്ടഡ് ആവാം. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, ഹൈ ക്വാളിറ്റി കോപ്പർ പൈപ്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ പൈപ്പ് നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് മെറ്റൽ ആണ്? കോപ്പർ ആണ് കേട്ടോ. പലതവണ ചോദിച്ചിട്ടുണ്ട് ഓപ്ഷൻ. അത് ചിലപ്പോൾ അയൺ, അലൂമിനിയം, അല്ലെങ്കിൽ ക്രോമിയം, സിങ്ക് എന്നൊക്കെ പറഞ്ഞു തരൂ കേട്ടോ. അപ്പൊ നിങ്ങൾ ഓർക്കാം, ഹൈ ക്വാളിറ്റി കോപ്പർ ചെമ്പാണ് നമ്മൾ ഇത്തരത്തിലുള്ള പൈപ്പുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. Moreover, pipes should be protected against the physical damage and corrosion and color coded in keeping with the gas content. അത് കൂടാതെ നമ്മൾ ഈ പൈപ്പുകൾ വളരെയധികം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. കാര്യം നമുക്കറിയാം, ഇതിന് വേറെ ഫിസിക്കൽ ഡാമേജുകളോ അല്ലെങ്കിൽ കൊറോഷനോ തേയ്മാനോ നാശങ്ങളോ ഒന്നും ഉണ്ടാകാനായിട്ട് പാടില്ല അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പൈപ്പുകൾ വളരെ ഹൈ ക്വാളിറ്റി ഉള്ള കോപ്പറോണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ കോപ്പർ ആകുമ്പോൾ ഈ ഡാമേജ് വരാൻ, കൊറോഷൻ വരാനൊക്കെയുള്ള ചാൻസ് വളരെയധികം കുറവാണ് കേട്ടോ. അത് മാത്രമല്ല, അതിന്റെ കളർ
ഫോർവേഡ് ഇൻ കീപ്പിംഗ് വിത്ത് ഗ്യാസ് കണക്ട്. അതുപോലെ തന്നെ നമ്മള് പൈപ്പ് ലൈനിലൂടെ ഗ്യാസ് കടത്തി വിടുമ്പോൾ അതിൽ ഗ്യാസ് കണ്ടന്റിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് കളർ കോഡ് ചെയ്തിട്ടുണ്ടാവും. കളർ കോഡ് ചെയ്തിട്ട് അത് ഏത് ഗ്യാസാ പോകുന്നതെന്ന് അറിയില്ല. ഓക്സിജൻ ആണോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, നൈട്രസ് ഓക്സൈഡ് ആണോ. അപ്പൊ ആ ഒരു പൈപ്പ് ലൈനിലൂടെ കടന്നു പോകുന്ന ഗ്യാസിന്റെ കൃത്യമായിട്ടുള്ള ഒരു കളർ നമ്മളവിടെ എന്ത് ചെയ്ത് വെക്കും, കോഡ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? പൈപ്പിംഗ് നെറ്റ്വർക്ക്സ് ഓക്കെ അല്ലേ നിങ്ങൾക്ക്? മനസ്സിലായല്ലോ? അടുത്തതാണ് മൂന്നാമത്തെ നമ്മൾ പഠിച്ച കമ്പോണന്റ് ആണ് വാൽവുകൾ കേട്ടോ. വാൽവുകൾ വാൽവുകളെ പറ്റി പറയുകയാണെങ്കിൽ there are two type of വാൽവ്. വാൽവ് ഇതുപോലെ തന്നെ രണ്ട് ടൈപ്പ് വാൽവുകൾ ഉണ്ട് കേട്ടോ. ഏതൊക്കെയാണ് നോക്കാം? സോൺ വാൽവുകളും സർവീസ് വാൽവുകളും. ഇതാണ് സോൺ വാൽവുകളും സർവീസ് വാൽവുകളും. ആ പേരിൽ തന്നെ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. സോൺ വാൽവ് എന്ന് പറയുന്നത് വലിയ വലിയ സോണൽ ഏരിയാസ്. സോൺ എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു റീജിയൻ ആണല്ലോ. അപ്പൊ രണ്ട് വലിയ വലിയ ഏരിയകളെയൊക്കെ തന്നെ പരസ്പരം എന്താണ് സെപ്പറേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് സോൺ വാൽവുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതേസമയം സർവീസ് വാൽവ് എന്ന് പറയുന്നത് ചെറിയ ഏരിയകൾ, ഓക്കെ, ചെറിയ ചെറിയ ഏരിയകളിലേക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് നമ്മൾ സർവീസ് വാൽവുകൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട് സോൺ വാൽവ്സ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് large part of the system, that is the room for modification and or repair. അതായത് നമുക്ക് മോഡിഫൈ ചെയ്യാനോ റിപ്പയർ ചെയ്യാനോ ഉള്ള വലിയ വലിയ ഏരിയകൾ കേട്ടോ, വലിയ വലിയ ഏരിയകളെ പരസ്പരം ഐസോലേറ്റ് ചെയ്യുന്നതിനായിട്ടാണ് സോൺ വാൽവുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, അപ്പുറത്ത് എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, ഇപ്പുറത്ത് ICU ഉണ്ടെന്ന് വിചാരിക്കുക. ICU എന്ന് പറയുന്നത് വലിയൊരു സോണൽ ഏരിയയാണ്, ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് മറ്റൊരു വലിയ സോണൽ ഏരിയയാണ്. അപ്പൊ ഈ രണ്ട് ഏരിയകളെ തമ്മിൽ പരസ്പരം നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് സോൺ വാൽവുകളിലൂടെ ആയിരിക്കും. ഒന്ന് ICUയിലേക്കുള്ള എന്താ പറയാ മെഡിക്കൽ ഗ്യാസിന്റെ ഫ്ലോവിനെ കൺട്രോൾ ചെയ്യാനും പിന്നെ ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള മെഡിക്കൽ ഗ്യാസിനെ കൺട്രോൾ ചെയ്യാനും. അപ്പൊ വലിയ വലിയ ഏരിയകളെ തമ്മിൽ പരസ്പരം എന്താ പറയാ ഐസോലേറ്റ് ചെയ്യാനായിട്ടാണ് സോൺ വാൽവുകൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അതേസമയം ഇന്ന് നോക്കിയേ സോൺ വാൽവ്സ് ആർ ഇൻസ്റ്റാൾഡ് ഓൺ കോറിഡോർ വാൾവ്. അതാണ് മറ്റൊരു പ്രത്യേകത. സോൺ വാൽവുകൾ നമ്മൾ എവിടെയായിരിക്കും ഉണ്ടായിരിക്കാം? കോറിഡോർ വാൾവ്. കോറിഡോർ വാൾവ് എന്ന് വെച്ചാൽ ഇടനാഴി എന്നൊക്കെ പറയും. ഇപ്പൊ രണ്ട് വലിയ ഏരിയകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന ചെറിയ കോറിഡോർസ് ഉണ്ടല്ലോ, അതിന്റെ ചുമരിലായിരിക്കും നമ്മൾ സോൺ വാൽവുകൾ ഘടിപ്പിക്കുന്നുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞത് ആലോചിച്ചാൽ മതി. ICU ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ പുറത്തും ICU പുറത്താണെങ്കിൽ അവയെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു കോറിഡോർ ഉണ്ടായിരിക്കുമല്ലോ. ആ കോറിഡോറിന്റെ ചുമരിലായിരിക്കും സോൺ വാൽവുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കാം. ആൻഡ് ഷുഡ് ബി ലേബിൾഡ് ടു ഇൻഡിക്കേറ്റ് ദ റൂം ദാറ്റ് ദേ കൺട്രോൾ. അത് മാത്രമല്ല നമ്മൾ ഈ സോൺ വാൽവിനകത്ത് ഏത് റൂമിലേക്കുള്ള ഫ്ലോയിനെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത് എന്നത് അതിൽ കൃത്യമായിട്ട് നമ്മൾ ലേബിൾ ചെയ്ത് വെക്കും. ICUയിലേക്കുള്ള ഫ്ലോ ആണ് കൺട്രോൾ ചെയ്യുന്നത്, ആ സോൺ വാൽവിൽ എഴുതി വെക്കും ICU എന്ന് എഴുതി വെക്കും. അപ്പൊ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും ICUയിലോട്ടുള്ള ഗ്യാസ് സപ്ലൈ ആണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ഇനിയിപ്പോ ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിൽ അവരവിടെ എഴുതും ഓപ്പറേഷൻ തിയേറ്റർ നമ്മൾ ലേബിൾ ചെയ്ത് വെക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്തൊക്കെ ഫർദർ മോഡ് സർവീസ് വാൽവ്സ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് സർട്ടൻ പാർട്സ് ഓഫ് ദി സിസ്റ്റം ഫോർ മോഡിഫിക്കേഷൻ ആൻഡ് റിപ്പയർ. സർവീസ് വാൽവ് എന്ന് പറയുന്നത് നമ്മുടെ റിപ്പയർ ചെയ്യാൻ മോഡിഫിക്കേഷൻ ഒക്കെ ഉള്ള ചെറിയ ചെറിയ ഏരിയകൾ, വലിയ വലിയ ഏരിയ അല്ല, നമ്മൾ ഒരേ ഏരിയയിലെ തന്നെ ചെറിയ ചെറിയ ഏരിയകളെ തമ്മിൽ എന്താണ് ഐസൊലേറ്റ് ചെയ്യാൻ അവിടുത്തെ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് സർവീസ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. Therefore, they are accessible by the clinical staff. സർവീസ് വാൽവ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് തന്നെ ആക്സസിബിൾ ആണ്. ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് തന്നെ സർവീസ് വാൽവുകൾ എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാനായിട്ട് പറ്റും. അതേസമയം സോൺ വാൽവുകൾ അങ്ങനെ പറ്റില്ല. സോൺ വാൽവ് എന്ന് പറയുമ്പോൾ വലിയ വലിയ ഏരിയകളിലൊക്കെ കൺട്രോൾ കൊടുക്കുന്നത് അത് നമുക്ക് ക്ലിനിക്കൽ സ്റ്റാഫുകൾക്കൊന്നും ഒരിക്കലും ആക്സസിബിൾ ആയിട്ടുണ്ടാവില്ല. അതേസമയം സർവീസ് വാൽവ് എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള വാൽവുകളാണ്. ഇപ്പൊ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ, വിച്ച് വാൽവിനെ ആക്സസ്ഡ് ബൈ ദ ക്ലിനിക്കൽ സ്റ്റാഫ് എന്ന് ചോദിച്ചാൽ അത് സർവീസ് വാൽവ് ആണ് കേട്ടോ. സോണൽ വാൽവ് അല്ല, സർവീസ് വാൽവുകളാവുമ്പോൾ ഏത് ക്ലിനിക്കൽ സ്റ്റാഫിനെ അത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? വാൽവുകൾ ഓക്കെ ആണോ? രണ്ട് ടൈപ്പ് വാൽവ് മനസ്സിലായോ? സോൺ വാൽവ്, സർവീസ് വാൽവ് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത കമ്പോണന്റ് ആണ് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ് കേട്ടോ.
വാർണിംഗ് അലാം സിസ്റ്റംസ് എന്തിനാ? മുന്നറിയിപ്പ് സംവിധാനങ്ങള്, അലാം സംവിധാനങ്ങൾ, എന്തെങ്കിലും വാരിയേഷൻ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉടനടി നമുക്ക് അറിയണം അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് വാർണിംഗ് അലാം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ് ടു ഗീവ് ദ ഇൻഫർമേഷൻ for the responsible staff about the whole planet in case of failure detection or change requirements. നമ്മുടെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഫെയിലിയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചുകളൊക്കെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്, അതിന് എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റെസ്പോൺസിബിൾ സ്റ്റാഫിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാർണിംഗ് അലാം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്. അലാം സംവിധാനത്തെ പറ്റി പറയുകയാണെങ്കിൽ അത് രണ്ട് തരത്തിലുണ്ട് കേട്ടോ. ഹെൻസ് there are two main alarm systems കേട്ടോ. അലാം സിസ്റ്റംസ് തന്നെ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ആണുള്ളത്. ഇതൊക്കെയാണ് മാസ്റ്റർ അലാംസ് ആൻഡ് ഏരിയ അലാംസ്. ഇതൊക്കെയാണ് മാസ്റ്റർ അലാമും ഉണ്ട്, ഏരിയ അലാമും ഉണ്ട്. ആ പേരിന് നമുക്ക് മനസ്സിലാകേ. മാസ്റ്റർ അലാം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാസ്റ്റർ അലാം മോണിറ്റേഴ്സ് മെയിൻ ഗ്യാസ് ലൈൻ ആൻഡ് സോഴ്സ് കണ്ടീഷൻ മാസ്റ്റർ ആണ് അല്ലെ. അപ്പൊ എന്ന് പറയുമ്പോൾ അത് മെയിൻ ആയിട്ടുള്ള ഗ്യാസ് ലൈൻ സംവിധാനങ്ങള്, മെയിൻ ആയിട്ടുള്ള സോഴ്സ് സംവിധാനങ്ങള്, അതിനെയൊക്കെ മോണിറ്റർ ചെയ്യാം. അവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഡിറ്റക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ മാസ്റ്റർ അലാം ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മെയിൻ ഗ്യാസ് ലൈൻ സംവിധാനം ഇപ്പൊ മാനിഫോൾഡിന്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്നാണല്ലോ സപ്ലൈ, മെയിൻ ഭാഗങ്ങളൊക്കെ അവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള മെയിൻ ഗ്യാസ് ലൈൻ സോഴ്സിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്യാനും അറിയിക്കാനും വേണ്ടിയിട്ടാണ് മാസ്റ്റർ അലാമുകൾ ഉപയോഗിക്കുന്നത്. ഇനി ഏരിയ അലാംസ് ആർ ഫൗണ്ട് ഓൺ അലാം പാനൽസ് ആൻഡ് their function is to monitor the condition of a specific critical care areas. അതേസമയം ഏരിയ അലാം എന്ന് പറയുന്നത് സ്പെസിഫിക് ഏരിയകളിലുള്ള പ്രോബ്ലംസുകളെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? ഏരിയ അലാമുകൾ ഉപയോഗിക്കുന്നത്. ഏരിയ അലാം എന്ന് പറയുമ്പോൾ അലാം പാനലുകൾ ഉണ്ട്. അതായത് ഓരോ ഏരിയകളിലും ഓരോ റൂമുകളിലൊക്കെ ഓരോ ഏരിയകളിൽ അലാം പാനലുകൾ ഉണ്ട്. അവിടെയാണ് ഏരിയ അലാം കാണുന്നത്. ആ ഒരു സ്പെസിഫിക് ഏരിയയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏരിയ അലാം ഉപയോഗിക്കുന്നത്. മാസ്റ്റർ അലാം എന്ന് പറയുന്ന മെയിൻ ഗ്യാസ് ലൈനിലൊക്കെ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനായിട്ടാണ് മാസ്റ്റർ അലാം ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ അല്ലെ? മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്തതാണ് ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ് കേട്ടോ. ഔട്ട്ലെറ്റും ഇൻലെറ്റും എന്തിനുള്ള കമ്പോണന്റ് ആണ്? ടു സപ്ലൈ ഗ്യാസസ് അല്ലെ. ഗ്യാസസ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ് ഔട്ട്ലെറ്റും ഇൻലെറ്റും. ഓക്കെ, അപ്പൊ നോക്കിയേ, ഔട്ട്ലെറ്റ്സ് ആർ പോയിന്റ്സ് at which the connections can be made to the medical gas piping system to supply under pressure by inlet supply back. അപ്പൊ ഇൻലെറ്റുകൾ പൊതുവെ ബാക്ക്ബോം ആണ് സപ്ലൈ ചെയ്യുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കാം. ഇൻലെറ്റ് സപ്ലൈ ചെയ്യുന്നത് ബാക്ക്ബോം ആണ്. ഔട്ട്ലെറ്റ് ആണ് ഇത് സപ്ലൈ ചെയ്യുന്നത്, മെഡിക്കൽ ഗ്യാസിൽ സപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇൻലെറ്റ് എന്ത് ചെയ്യുന്നു? ബാക്ക്ബോം സപ്ലൈ ചെയ്യുന്നു. ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ അത് മെഡിക്കൽ ഗ്യാസിന് സപ്ലൈ ചെയ്യുന്നു കേട്ടോ. എന്ന് പറയാവുന്നത് ഇൻലെറ്റ് എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയാ, നമ്മുടെ സോഴ്സ് ഉണ്ടല്ലോ, ഇത് നേരത്തെ പിക്ചർ കണ്ട ഈ സോഴ്സ് ഉണ്ടല്ലോ, ഈ സോഴ്സിൽ നിന്നും മെഡിക്കൽ ഗ്യാസിന് ഈ പറയുന്ന സിലിണ്ടറിലേക്ക് സപ്ലൈ ചെയ്യുന്നതാണ് ഇൻലെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അകത്തേക്ക് നമുക്ക് പറയില്ലേ, ഇൻലെറ്റ് ആണ്. അതായത് മെയിൻ ആയിട്ടുള്ള സോഴ്സ് ഉണ്ടല്ലോ, സോഴ്സ് പുറത്താണ് ഇരിക്കുന്നത്. ആ സോഴ്സിൽ നിന്ന് മെഡിക്കൽ ഗ്യാസിനെ സിലിണ്ടറുകളിലേക്ക് സപ്ലൈ ചെയ്യുന്നതാണ് ഇൻലെറ്റ്. ഓക്കെ, അപ്പൊ രണ്ടും സപ്ലൈ തന്നെയാണ്, കൂടുതൽ വാക്വം ആണ് സപ്ലൈ ചെയ്യുന്നത്. ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മാനിഫോൾഡ് സിസ്റ്റം ഉണ്ടല്ലോ, അവിടെ നിന്ന് വിവിധ ഏരിയകളിലേക്ക് ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസിന് സപ്ലൈ ചെയ്യുന്നതാണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അറിഞ്ഞിരുന്നാൽ മതി. ഔട്ട്ലെറ്റും ഇൻലെറ്റും ടു സപ്ലൈ ഗ്യാസസ്. അടുത്തതാണ്, അടുത്ത കമ്പോണന്റ് ആണ് സെക്കൻഡറി എക്യുപ്മെന്റ് കേട്ടോ. സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ മെഡിക്കൽ ഗ്യാസ് നമ്മൾ എന്തിലൂടെയാണ്, ഏത് ഉപകരണത്തിലൂടെയാണ് നമ്മൾ ആ പേഷ്യന്റിന്റെ ബോഡിയിലൂടെ എത്തിക്കുന്നത്, അതാണ് സെക്കൻഡറി എക്യുപ്മെന്റ്. എന്തൊക്കെയാന്ന് നോക്കിയേ, ഹോൾ ഹോസസ്, gas flow meters, gauges and vacuum regulators are not the part of pipeline system. They can contribute greatly to gas and vacuum consumption. These items should be checked frequently as a part of routine inspection procedures. Now, secondary equipment എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാം? വെന്റിലേറ്റർ ആവാം, മാസ്കുകളാവാം, നേസൽ ക്യാനുല ആവാം, ഗ്യാസ് ഫ്ലോ മീറ്ററുകളാവാം. ഗ്യാസ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്
നമ്മുടെ മെഡിക്കൽ എക്യുപ്മെന്റിൽ നിങ്ങൾ പഠിക്കും കേട്ടോ. ഗേജസ്, ഹോൾ പോസ്റ്റസ്, ഇതൊക്കെ ഇതിലൂടെയൊക്കെയാണ് നമ്മൾ ഈ മെഡിക്കൽ ഗ്യാസ് ആരുടെ ശരീരത്തിലൂടെ എത്തിക്കുന്നത്, പേഷ്യന്റിന്റെ ബോഡിയിലോട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം നമ്മൾ ചെക്ക് ചെയ്യണം, ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം എന്നാണ് അറിയുന്നത്. ഓക്കെ, എല്ലാ കമ്പോണന്റും ഓക്കെ അല്ലേ? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ കമ്പോണന്റുകൾ, അതിന്റെ പ്രത്യേകതകൾ മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈസി ആയിട്ട് പറഞ്ഞു പോവാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അത് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. അപ്പൊ ഇങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഉള്ളത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ? ആ പ്രയോജനങ്ങൾ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫോർ പേഷ്യൻസിന് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട്? ഫോർ ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്നാണ് കേട്ടോ നമ്മുടെ സ്റ്റേറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആയിരിക്കും. ഫോർ ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്നാണ് കേട്ടോ. ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് ഇങ്ങനെ പ്രയോജനം കിട്ടുന്നു. അതുപോലെ ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുന്നു. നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിച്ച് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഓരോന്നൊന്ന് ജസ്റ്റ് നോക്കാം. ആദ്യം ഫോർ പേഷ്യൻസ് കേട്ടോ. പേഷ്യന്റിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത് നോക്കി. There will be no disturbing sight of oxygen cylinder at the bedside കേട്ടോ. എന്താണ്? There will be no disturbing sight of oxygen cylinder at the bedside. നമ്മുടെ ബെഡ്സൈഡിന്റെ അടുത്ത് ഓക്സിജൻ സിലിണ്ടറുകളൊക്കെ വെക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നുണ്ടോ? വരുന്നുണ്ടോ? ശരിക്കും വരുന്നില്ല. പൈപ്പ് ലൈൻ സിസ്റ്റം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എവിടെ കിട്ടും? നമ്മുടെ ടെർമിനൽ യൂണിറ്റിലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും അല്ലെ? പിന്നെ അതിനു വേണ്ടി നമ്മളൊരു ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുവയ്ക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല അല്ലെ? ഓക്കെ, അങ്ങനെയുള്ള ഒരു എന്താ പറയാ ഒരു ബെഡ്സൈഡിന്റെ ഭാഗത്ത് ഒരു ഓക്സിജൻ സിലിണ്ടർ വെക്കുന്ന അത്തരം സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. എലിമിനേഷൻ ഓഫ് ദ അനോയിങ് നോയ്സ് ഫ്രം ദ മൂവ്മെന്റ് ഓഫ് സിലിണ്ടർ ഇൻ ആൻഡ് അറൗണ്ട് ദ ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തുമായിട്ടൊക്കെ ഈ സിലിണ്ടറുകൾ മൂവ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ശബ്ദം നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പൈപ്പ് ലൈൻ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ ഓരോ സിലിണ്ടർ താങ്ങി വെച്ചിട്ട് വരയ്ക്കും. ഓരോ സിലിണ്ടർ കുത്തിയിട്ട് വലിച്ചു വെക്കാൻ നമുക്ക് ഓരോ ഏരിയയിലേക്ക് എത്തിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇവിടെ വരുന്നുണ്ടോ? ഇല്ല. അതാണ് അവർ പറഞ്ഞത് കേട്ടോ. എലിമിനേഷൻ ഓഫ് അനോയിങ് നോയ്സ് ഫ്രം ദ മൂവ്മെന്റ് ഓഫ് സിലിണ്ടർ ഇൻ ആൻഡ് അറൗണ്ട് ദ ഹോസ്പിറ്റൽ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റെറൈൽ ഏരിയാസ് ഫ്രം കണ്ടാമിനേഷൻ ഡ്യൂ ടു ദ യൂസ് ആൻഡ് മൂവ്മെന്റ് ഓഫ് സിലിണ്ടർ. നമ്മൾ ഈ സിലിണ്ടറുകളൊക്കെ മൂവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഏരിയകള് കണ്ടാമിനേറ്റഡ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഹോസ്പിറ്റലിന്റെ മിക്ക ഏരിയകളും എന്തായിരിക്കും? സ്റ്റെറൈൽ ഏരിയാസ് ആയിരിക്കും. നമ്മൾ എപ്പോഴും സ്റ്റെറിലൈസ് ചെയ്ത് പോകുന്ന ഏരിയകളാണ് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ അവിടേക്ക് ഈ പറയുന്ന സിലിണ്ടറൊക്കെ കൊണ്ടുവരുമ്പോൾ ആ സ്റ്റെറൈൽ ഏരിയാസ് വരെ കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം സിലിണ്ടർ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല അല്ലെ? പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ടെർമിനൽ യൂണിറ്റിലൂടെ മെഡിക്കൽ ഗ്യാസുകൾ എത്തിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? കോൺസ്റ്റന്റ് ആൻഡ് ക്ലീൻ സപ്ലൈ അറ്റ് റിക്വയർഡ് ലൊക്കേഷൻ. നമുക്ക് ആവശ്യമായിട്ടുള്ള ലൊക്കേഷനിലേക്ക് നമുക്ക് സ്ഥിരമായിട്ട് വളരെ വൃത്തിയായിട്ട് തന്നെ ഗ്യാസിന്റെ വിതരണം ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കൊണ്ട് പേഷ്യൻസിനുള്ള പ്രയോജനങ്ങളാണ് അത് പറഞ്ഞത്. അടുത്തത് എന്താണ്? ഫോർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. ഇനി ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് എന്തൊക്കെ പ്രയോജനങ്ങളാണ്? ഭയങ്കര ഉപകാരമാണ് അല്ലെ? ഭയങ്കര ബെനിഫിറ്റ് ആണ് അല്ലെ? കാര്യം എന്താണ്? സ്വിഫ്റ്റ് അവൈലബിലിറ്റി ഓഫ് ഗ്യാസ് ഓൺ ടാപ്സ്. ടാപ്പുകളില് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മെഡിക്കൽ ഗ്യാസുകൾ അവൈലബിൾ ആണ്. ടാപ്പ് എന്ന് ഉദ്ദേശിച്ച് നമുക്ക് നമ്മുടെ കയ്യത്തും ദൂരത്ത് തന്നെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? വളരെ വേഗത്തിൽ തന്നെ നമുക്ക് മെഡിക്കൽ ഗ്യാസിന്റെ ലഭ്യത ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അപ്പൊ സ്റ്റാഫുകൾക്ക് അത് വളരെയധികം പ്രയോജനകരമല്ലേ? അതാണ് അവിടെ പറഞ്ഞത് സ്വിഫ്റ്റ് മീൻസ് വളരെ വേഗത്തിൽ തന്നെ ഗ്യാസുകൾ നമുക്ക് ടാപ്പില് ലഭിക്കുകയാണ് അല്ലെ? ഓക്കെ, പിന്നെന്താണ്? ക്ലീൻ, സേഫ് ആൻഡ് ഡിപ്പെൻഡബിൾ ഡെലിവറി ഓഫ് ഗ്യാസ്. ഇതാണ് ക്ലീൻ, സേഫ് ആൻഡ് ഡിപ്പെൻഡബിൾ ഡെലിവറി ഓഫ് ഗ്യാസ്. നമുക്ക് മെഡിക്കൽ ഗ്യാസുകൾ വളരെ ക്ലീൻ ആയിട്ട്, വളരെ വൃത്തിയായിട്ട്, വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട്, സുരക്ഷിതമായിട്ട് നമുക്ക് മെഡിക്കൽ ഗ്യാസുകളുടെ വിതരണം ഉറപ്പാക്കാനായിട്ട്
സാധിക്കുന്നു. പിന്നെന്താണ് റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ് വെന്നെവർ ആൻഡ് വെയറെവർ നീഡഡ്. നമുക്ക് ആവശ്യമുള്ളപ്പോഴും ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ആ ഒരു റെഗുലർ ഫ്ലോ മെഡിക്കൽ വാതകത്തിന്റെ ആ ഒരു റെഗുലർ ആയിട്ടുള്ള വിതരണം നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നു. പിന്നെ എന്താണ് മിനിമൽ ആക്സിഡന്റ് റിസ്ക് ഡ്യൂ ടു മിസ് ഹാൻഡ്ലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്. നമ്മൾ ഈ സിലിണ്ടറുകള് ശരിയായ രീതിയിൽ കൈകാര്യം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാത്തത് മൂലം ഉണ്ടാകുന്ന ആക്സിഡന്റുകൾ കുറയ്ക്കാൻ പറ്റും. അപ്പൊ പൈപ്പ് ലൈൻ സംവിധാനങ്ങളില്ലെങ്കിൽ നമ്മൾ സിലിണ്ടർ ഉപയോഗിക്കേണ്ടി വരും അല്ലേ? സിലിണ്ടർ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് കുട്ടികൾക്ക് പോകേണ്ടി വരും. അപ്പോഴൊക്കെ പല റിസ്കുകൾക്കുള്ള ആക്സിഡന്റ് റിസ്കുകളൊക്കെ ഉണ്ട് അല്ലെ? ചിലപ്പോൾ നമ്മുടെ മേത്തേക്ക് വീഴുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്കുള്ള ബെനിഫിറ്റുകൾ മനസ്സിലായല്ലോ? നെക്സ്റ്റ് വരുന്നതാണ് ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഈ പറയുന്ന സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിൽ ലഭിക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കി ഈസി പർച്ചേസ് ഓഫ് ഗ്യാസസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് അറ്റ് എ ഫേവറബിൾ ടേംസ്. അതായത് നമുക്കൊരു വളരെ എന്താ പറയുക ഫേവറബിൾ ആയിട്ട് എന്ന് വെച്ചാൽ വളരെ എക്കണോമിക് ഫ്രണ്ട്ലി ആയിട്ട് ലാഭകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് വലിയ ക്വാണ്ടിറ്റിയിൽ വലിയ അളവിലൊക്കെ നമുക്ക് മെഡിക്കൽ ഗ്യാസുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമ്മളൊരു ഹോസ്പിറ്റലിലോട്ടൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ലാഭകരമായിട്ട് ചെയ്യാൻ ബൾക്കായിട്ടല്ലേ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ ഫേവറബിൾ ടേംസിൽ വലിയ അളവിൽ നമുക്ക് മെഡിക്കൽ ഗ്യാസുകൾ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, രണ്ടാമത്തത് എക്കണോമി ഓൺ പർച്ചേസ് ഓഫ് സിലിണ്ടർ. എക്കണോമി എന്ന് വെച്ചാൽ ലാഭകരമായിട്ട് പരമാവധി കോസ്റ്റ് റിഡ്യൂസ് ചെയ്ത് പരമാവധി ചുരുക്കിയ ചെലവില് നമുക്ക് സിലിണ്ടറുകളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നമുക്ക് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റർമാരെ സംബന്ധിച്ച് ഏറ്റവും സൗകര്യമാണ് അല്ലെ? പിന്നെന്താണ് ലെസർ ബ്രേക്കേജസിലുള്ള ചാൻസ് കുറവാണ്. അതായത് നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ സപ്ലൈ ചെയ്യുമ്പോൾ അത്രയും റിലയബിൾ ആയിട്ടുള്ള ആളുകളിൽ നിന്നായിരിക്കും നമ്മൾ സിലിണ്ടറുകൾ വാങ്ങുന്നുണ്ടാവാം. അപ്പൊ അവിടെ ഹോസ്പിറ്റൽ പർപ്പസിനായിട്ട് തന്നെ ബ്രേക്കേജസിലുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഓക്കെ, പിന്നെന്താണ് റേഷണലൈസേഷൻ ഇൻ ഓർഡറിംഗ്, സ്റ്റോറിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് എ വൈഡ് വെറൈറ്റി ആൻഡ് സൈസസ് ഓഫ് ഗ്യാസ് സിലിണ്ടർ. അതാണ് റേഷണലൈസേഷൻ ഇൻ ഓർഡറിംഗ്, സ്റ്റോറിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് a wide variety and sizes of the gas cylinder. റേഷണലൈസേഷൻ വെച്ച് നമുക്ക് വളരെ യുക്തിപരമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ സിലിണ്ടറുകൾ ഓർഡർ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, എന്നുവെച്ചാൽ അത്രയും കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം പല വലുപ്പത്തിലുള്ള സിലിണ്ടറുകൾ നമുക്ക് ഓർഡർ കൊടുക്കാനും സ്റ്റോർ ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെന്താണ് ലെസ് ഡാമേജ് ടു ബിൽഡിംഗ് ഓയിങ് ടു ഹാൻഡ്ലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്. ഈ സിലിണ്ടറുകൾ കൈകാര്യം ചെയ്തത് മൂലം ഉണ്ടാകുന്ന ആ ബിൽഡിങ്ങിന് ഡാമേജ് വരുന്നത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഒരു സിലിണ്ടർ ഉപയോഗിക്കുമ്പോഴൊക്കെയാണ് ഈ അവിടെയൊക്കെ പരിസരങ്ങൾ കേടാവാനും അല്ലെങ്കിൽ ഇവര് പറയുന്ന ബിൽഡിങ്ങിന് തന്നെ ചിലപ്പോൾ കേടുപാടുകൾ വരാൻ ചാൻസ് കൂടുതലാണ്. പക്ഷെ പൈപ്പ്ലൈൻ സംവിധാനങ്ങളൊക്കെ വെക്കുമ്പോൾ നമുക്ക് ബിൽഡിങ്ങിന് ഡാമേജ് വരാനുള്ള ചാൻസ് കുറവാണ്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനെ സംബന്ധിച്ച് അത് വളരെയധികം ബെനിഫിറ്റ് ഉള്ള കാര്യമാണ്. ഓക്കെ, ായോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തത് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇനിയിപ്പോൾ ഉള്ളത് എളുപ്പമാണ് കേട്ടോ, വലിയ എളുപ്പമുള്ള കാര്യങ്ങളാണ്. അതായത് മെഡിക്കൽ ഗ്യാസ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ എനിക്കുള്ളത് പഠിക്കാൻ കേട്ടോ. അപ്പൊ അതുകൂടി നമുക്ക് ഈ ചാപ്റ്റർ കഴിയുന്നത് ഇപ്പൊ നമുക്കൊരു വേറൊരു വലിയൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്, ക്വാളിറ്റി മാനേജ്മെന്റ് കേട്ടോ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. എന്നിട്ട് ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നത്. ഇതിൽ തന്നെ അത് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.